ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ മാഗിയോടൊപ്പം ചിർക്കോമാസിമോ എന്ന് പറഞ്ഞ സ്ഥലം കറങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മാഗി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കൂട്ടുകാരെ, നമുക്ക് മാഗിയിലോട്ട് പോകാം. ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ഹാമിൽട്ടൺ ആണ്. ഹാമിൽട്ടൺ ഇവിടെ ഇറ്റലി വന്നിട്ട് എത്ര വർഷം? ഞാനിപ്പോൾ വന്നിട്ട് ഒരു 15-16 വർഷത്തോളമായി. നമ്മളിന്ന് സർക്കസ് മാക്സിമോയിൽ അതിലും വലിയ ഉദ്ദേശം സർക്കസ് മാക്സിമോയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ കഥ പറയാം. പക്ഷെ അതിലും വലിയൊരു രസം എന്ന് വെച്ചാൽ ഞങ്ങളിന്നൊരു സ്ഥലത്ത് പോകാനായിട്ട് വന്നതാണ്. അതായത് മൗത്ത് ഓഫ് ട്രൂത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിവിടെ നിന്ന് സർക്കസ് മാക്സിമോയിൽ നിന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ ദേവാലയത്തിലെത്തും. അപ്പോൾ നമ്മുടെ ബാക്കിൽ ചിർക്കോമാസിമോ ആണ്. സർക്കസ് മാക്സിമസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൻ്റെ ഒരു ലൊക്കാലിറ്റി എവിടെയാണെന്ന് വെച്ചാൽ കൊളോസിയം ഏകദേശം ഞങ്ങളുടെ ബാക്കിലായിട്ട്, അതിൻ്റെ നേരെ ഫ്രണ്ടിൽ പാലറ്റൈൻ ഹിൽ. പാലറ്റൈൻ എന്ന വേർഡിൻ്റെ അർത്ഥം പാലസ് എന്നാണ്. ഇവിടെയാണ് ഒരുവിധപ്പെട്ട എല്ലാ അഗസ്റ്റസ് സീസറൊക്കെ താമസിച്ചിരുന്ന സ്ഥലം. ഇവിടെ കാണുന്ന ഒരു ആർച്ച് പോലത്തെ ഒരു ബിൽഡിംഗ് കണ്ടോ? അവിടെയാണ്. ആ ബിൽഡിംഗ് ആയിരുന്നു ടൈബേറിയസ് എംപററിന് അറിയാലോ, ഈശോ ജനിച്ച സമയത്ത് ഈശോയുടെ കാലത്തുണ്ടായിരുന്ന റോമിലെ എംപററാണ്. അദ്ദേഹം താമസിച്ച സ്ഥലമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ സർക്കസ് മാക്സിമസ് എന്ന് വെച്ചാൽ റോമിലുള്ള ഏറ്റവും വലിയ ഒരു കുതിരപ്പന്തയം നടന്നിരുന്ന ഒരു സ്റ്റേഡിയം എന്ന് പറയാം അല്ലേ? ഒരു വലിയൊരു സ്റ്റേഡിയം ആയിരുന്നു ഇത്. നമുക്ക് 4 ഫേമസ് ആയിട്ടുള്ള സർക്കസാണ് റോമിലുള്ളത്. അതിലേറ്റവും വലുതും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. കാരണം എംപറേഴ്സ് എല്ലാം, ചക്രവർത്തിമാരെല്ലാം താമസിച്ചിരുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പീഡനം മാത്രമല്ല, അതോടൊപ്പം തന്നെ കുതിരപ്പന്തയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങി വരുന്നത് തന്നെ ഏകദേശം 1.5 കിലോമീറ്ററിലാണ് കുതിരപ്പന്തയം നടന്നുകൊണ്ടിരിക്കുന്നത്. മാഗി, ഒരു നിമിഷം. അതിനിടയിൽ ഇവിടെ ഈ വലിയ സ്പോർട്സ് നടക്കുന്ന സ്ഥലമാണല്ലോ. ഇവിടെ വലിയൊരു ദുരന്തം സംഭവിച്ചതായിട്ട് എന്തെങ്കിലും അറിയാം? അതൊന്ന് ഇവരോടൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് 2000 വർഷത്തിനിടയ്ക്ക് ലോകത്തിൽ വച്ച് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സ്പോർട്സ് ഇവൻ്റ് ദുരന്തം നടന്നിട്ടുള്ള സ്ഥലം കൂടെയാണ്. 298 AD ഡയോക്ലീഷ്യൻ്റെ സമയമാണ്, ചക്രവർത്തി ഡയോക്ലീഷ്യൻ്റെ സമയമാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 2.5 ലക്ഷം പേരോളം ഇരിക്കാൻ പറ്റും. നോക്കി അതിൻ്റെ ഒരു ഷേപ്പ് അത് മനസ്സിലാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം ഒരു 37 ഡിഗ്രി ആംഗിളിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സീറ്റുകളും തടിയിൽ തീർത്തിട്ട് അതിൻ്റെ മേലിൽ മാർബിൾ സ്ലാബ് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇവൻ്റ് നടക്കുന്ന സമയത്ത് അടിയിലെ തടി മുഴുവൻ ഏതോ വിധത്തിൽ ബേൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് സർക്കസിൽ നിന്ന് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഏകദേശം 13,000 പേര് ആ ഒരൊറ്റ സമയത്ത് വെന്ത് തീർന്നു ഈ സർക്കസിൽ. അത് 2000 വർഷത്തെ ചരിത്രത്തിൽ ഇപ്പോഴും അതൊരു വലിയൊരു ദുരന്ത റെക്കോർഡായിട്ട് അങ്ങനെ കിടക്കുന്നു. എത്ര മീറ്റർ നീളവും എത്ര മീറ്റർ വീതി ഉണ്ടെന്ന്? 630 മീറ്റർ നീളം, 118 മീറ്റർ വീതി. കണ്ടാലും മനസ്സിലാകത്തില്ല അല്ലേ? പക്ഷെ അത് ഭയങ്കര ലാർജായിട്ടാണ് ഇന്ന് കിടക്കുന്നത്. പിന്നെ നമ്മൾ സർക്കസ് മാക്സിമോ അല്ല നമ്മുടെ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ, നമ്മളിന്ന് ഒരു അടിപൊളി സ്ഥലത്ത് പോകാൻ പോവാണ്. അതായത് മൗത്ത് ഓഫ് ട്രൂത്ത് എന്ന് പറയും. നമ്മൾ ആരെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് കൈ അതിനകത്തോട്ടിട്ടാൽ കൈ തിരിച്ച് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഹാമിൽട്ടനെ കൂട്ടാവുന്നു. എന്താണെന്നറിയാമോ? ഇറ്റലിയിൽ നുണ പറയാത്ത ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിനൊരു അഹങ്കാരം ഇല്ല. കേക്ക്, ഇന്നലെ ഞാൻ ഹാമിൽട്ടൻ്റെ വൈഫ് റോസ്മിയെ വിളിച്ചിരുന്നു. റോസ്മി അത് കംപ്ലീറ്റ് 100% കൺഫേം ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല, കൺഫേം ചെയ്തു. നമുക്ക് അവിടെ പോയി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഈ കൈക്കൊരു തീരുമാനം ഉണ്ടാക്കണം, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ സർക്കസിൻ്റെ ഏറ്റവും അറ്റത്താണ്, അവിടെ ഒരു ദേവാലയത്തിൻ്റെ അകത്താണ് ഇതിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് നടന്നു പോവാം. ഓക്കെ, ഞങ്ങളിപ്പോൾ ദേവാലയത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഹാമിൽട്ടൺ ഓൾറെഡി മടുത്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കണം കണ്ടിട്ട് ഈ ചിർക്കോമാസിമോയുടെ ഒരു മോഡേൺ സ്റ്റാച്ചു പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് പൊക്കിക്കൊണ്ട് പോവാം അല്ലേ? റെഡി? നടക്കാൻ പോവാം. അവസാനം നമ്മൾ നടന്ന് ഹാമിൽട്ടൺ ക്ഷീണിച്ചിട്ടേ ഇല്ല. സാന്താ മരിയ
ദ കൊസ്മേരിയ. ആ പള്ളിയിലെത്തി. ഇതിൻ്റെ അകത്താണ് ബോക്ക ദella വെരീത്ത എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മാഗി ഒന്നും കൂടി നമ്മളോട് വിവരിക്കുന്നതായി. യെസ്, അപ്പോൾ സാന്ത മരിയ ഡി കൊസ്മേരിയൻ എന്ന് പറയുന്ന ദേവാലയത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ കേട്ടോ. ഇതിൻ്റെ അകത്താണ് ആ മൗത്ത് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ബൊക്ക ദella വെരിത്ത ഇവിടെ ഇരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാലേ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഈ ബൊക്ക ദella വെരിത്ത എന്ന് വെച്ചാൽ ഒരു 300 കിലോഗ്രാം ഭാരമുള്ള ഒരു മാർബിൾ സ്ലൈഡാണ്, റൗണ്ടിലുള്ള ഒരു മാർബിൾ സ്ലൈഡാണ്. ഇത് സാധനം എന്താണെന്നറിയാമോ? ഇതിപ്പോൾ എന്താണ്, ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു ദിവസത്തോളം ഒരു 20,000 പേരെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഒറിജിനലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് മഴ പെയ്യുമ്പോൾ ഓടയിലേക്ക് വെള്ളം പോയി കഴിയുമ്പോൾ അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ സ്ലാബ് ഉണ്ടാക്കില്ലേ. നമ്മുടെ നാട്ടിലെ സ്ലാബൊക്കെ ജസ്റ്റ് ഒരു കൂടി വന്നാലും ഒരു അയൺ പോലത്തെ വെച്ചിട്ട് ജസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ റോമാക്കാർ ചെയ്ത ഒരു ഓട കവർ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ലാബാണ് ഈ സ്ലാബ്. ഇതിപ്പോൾ മാർബിൾ, കറാറ മാർബിൾ. യെസ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ക്യാമറമാൻ. അപ്പോൾ നമ്മളിപ്പോൾ ബൊക്ക ദella വെരിത്തയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. മൗത്ത് ഓഫ് ട്രൂത്തിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ജനലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊരു വായ്മൊഴിയായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. വായ്മൊഴിയായിട്ട് പറഞ്ഞു വരുന്ന ഒരു കഥ മാത്രമാണ്. ഇതിന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിവില്ല. അതായത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയിട്ട് ഭാര്യയിൽ അവിശ്വസിച്ച ഭർത്താവ് പറയുകയാണ്, ഈ മൗത്ത് ഓഫ് ട്രൂത്തിൽ ചെന്ന് കൈ വെച്ച് നോക്കുക, കൈ തിരിച്ച് കിട്ടുവാണെങ്കിൽ നിന്നിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ഇതിനകത്ത് ചെന്ന് കൈ വെച്ചു, കൈ തിരിച്ച് കിട്ടി. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായി റോമാക്കാരെടുത്തു. ഇത് 14-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. അതോടെ 1485 തുടങ്ങി ഇത് അങ്ങനെ ഒരു വിശ്വസ്തതയുടെ സിമ്പിളായിട്ട് മാറി. അതായത് നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൈ കിട്ടില്ലെങ്കിൽ ആരെങ്കിലും നുണ പറഞ്ഞിട്ട് കൈ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കൈ തിരിച്ച് കിട്ടില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത് ചിലർ പറയുന്നുണ്ട്, പണ്ട് ഫ്രാൻസിസ്കൻ സന്യാസികൾ ബാക്കിലിരുന്നിട്ട് കൈ ഇങ്ങനെ മുറിച്ചു വിടുമായിരുന്നു ഒരു സംസാരമുണ്ട്. അതിന് വലിയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വലിയ ഇതായിട്ടൊന്നും അറിയാൻ പാടില്ല. ഈ സൈറ്റ് ഇത്ര ഫേമസ് ആയതെന്ന് വെച്ചാൽ റോമൻ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ 1953 ഒരു സിനിമ വഴിയാണ് ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയത്. ഇപ്പോൾ ഒരുപാട് നിരയൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാസ്ക് ഒക്കെ വെച്ച് കയറേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയാണ് എൻ്റെ കൈ വെച്ച് ഞാൻ നുണ പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അകത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹാമിൽട്ടൻ്റെ കൈക്ക് തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മാഗി ഫ്രം റോഡ്. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാനിതിലെ കൈ ഹാമിൽട്ടൺ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താ പരിപാടി. ഇത് ഞങ്ങളുടെ ഹാമിൽട്ടൻ്റെ മോളാണ് കേട്ടോ. ഹാമിൽട്ടൻ്റെ മോൾ ഇപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് വന്നേക്കണേ. ബൊക്ക ദella വെരിത്ത കൈയിട്ട് കൈ കിട്ടൂല, ഡാഡി എന്നല്ലേ വിളിക്കണേ. ഓക്കെ, അപ്പോൾ പപ്പയുടെ കൈ കിട്ടില്ല എന്ന് പേടിച്ചിട്ട് നമ്മുടെ സെറ കുട്ടി വന്നേക്കുവാണ്. കൈ പോകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സെറ റോസ് എന്നാണ് പേര്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സാന്ത റോസയായി. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. സാന്ത റോസ് വേണമെങ്കിൽ അങ്ങനെ, സെറ റോസ് വേണമെങ്കിൽ സെറ റോസ്, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ നമ്മളുള്ളത് സാന്ത മരിയ ഇൻ കൊസ്മേരിയ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൻ്റെ അടുത്താണ്. ഇതൊരു പ്രത്യേകതയായിട്ട് ശ്രദ്ധിച്ചോ. ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ്. ഒരു ബൈസന്റൈൻ സ്റ്റൈലിലുള്ള ഒരു ദേവാലയമാണ്. റോമിലുള്ള എല്ലാ ഗ്രീക്ക് പോപ്പുലേഷനും വേണ്ടിയും സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദൈവാലയം കൂടിയാണ്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, മൗത്ത് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ബൊക്ക ദella വെരിത്ത എന്ന് പറയുന്ന മാർബിൾ സ്ലാബ് വെച്ചിരിക്കുന്നത് ഈ ദൈവാലയത്തിലാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറില്ലേ?
അതിൻ്റെ പേറ്റനായിട്ടുള്ള സെയിൻറ്റ് വാലന്റൈൻ ഇല്ലേ, കേട്ടിട്ടുണ്ടോ? സെയിൻറ്റ് വാലന്റൈൻ്റെ സ്കല്ല് വെച്ചിരിക്കുന്ന ഒരു ദൈവാലയം കൂടിയാണ്, തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ഒരു ദൈവാലയം കൂടിയാണിത്. അപ്പോൾ ഇത് കൊറോണയൊക്കെ ആയതുകൊണ്ട് ശനിയും ഞായറും മാത്രമേ ഇവിടെ സർവീസൊക്കെ ഉള്ളൂ, ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നുള്ളൂ. അത് നടക്കുന്നത് ഓർത്തഡോക്സ് രീതിയിലാണ്, അല്ലേ, ഓർത്തഡോക്സ് രീതിയിലാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കിനി എത്രയും പെട്ടെന്ന് ഈ വിശുദ്ധ വാലന്റൈൻ്റെ തിരുശേഷിപ്പ് കാണാനായിട്ട് പോവാം. സെറയാണ് എന്നെ കൊണ്ടുപോകാൻ പോണത്, ഞാൻ സെറയുടെ പുറകെ പോവുകയാണ്. റെഡിയല്ലേ? നമ്മളിപ്പോ ഉള്ളത് ശരിക്കുള്ള ദൈവാലയത്തിന്റെ നേരെ താഴെയുള്ള ലെവലിലാണ്. അതായത് ഈ മേലിലെ ദൈവാലയം പണിതത് 8ാം നൂറ്റാണ്ടിലാണ്. നേരെ മറിച്ച് ഈ ദൈവാലയം നമ്മളിപ്പോ കയറുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ പോകുന്നതെന്ന് വെച്ചാല് അണ്ടർഗ്രൗണ്ടിലേക്കാണ്. ക്രിസ്ത്യാനികളെ റോമാക്കാർ പീഡിപ്പിച്ചിരുന്ന സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികൾ ഹൈഡ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഒരു ടണലുണ്ട്, ആപ്യാന്തിക്ക എന്ന് പറയും, ദൂരെയുള്ള ഒരു വഴിയാണ്. ആ ടണലിലേക്ക് ക്രിസ്ത്യാനികൾ പാത്തും പതിനിയും പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. എന്ന് പറയുന്ന ദൈവാലയത്തിന്റെ നേരെ താഴത്തെ ലെവലാണ്. ഇത് 1988 അവർ കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത് ഇങ്ങനെ ഒരു ലെവൽ ഇവിടെ ഉണ്ടെന്നുള്ളത്. പണ്ടത്തെ കാലത്ത് റോമക്കാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരിവിടെയായിരുന്നു ഒന്ന് ഹൈഡ് ചെയ്തത്. ഇതായിരുന്നു അന്നത്തെ അൾത്താർ. അതുപോലെ തന്നെ ഈ ചുറ്റും ഞങ്ങളുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ആർച്ച് പോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. പണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ശിതാഭസ്മമൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ക്രിസ്ത്യൻ ദൈവാലയങ്ങളിലോട്ടോ അല്ലെങ്കിൽ കാറ്റക്കോമ്പിലോട്ടോ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആപ്യാന്തിക്ക, ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ആപ്യാന്തിക്കയിലോട്ടുള്ള ടണൽ നമുക്ക് കാണാം. റെഡി? പോവാം, ലെറ്റ്സ് ഗോ. എൻ്റെ ബാക്കിൽ കാണാം, ഇതാണ് ടണല്. ഇതും ടണലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അതിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ 15 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടിലൂടെ ഉണ്ടായിരുന്ന ടണലാണ്. ക്രിസ്ത്യാനികളെ പിടിക്കുന്ന സമയത്ത് പേടിച്ചിട്ട് അവർ ഈ ടണലിലൂടെ ആപ്യാന്തിക്കയിലോട്ട് കണക്ട് ചെയ്യുന്ന വഴിയിൽ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബൊക്ക ദella verita മൗത്ത് ഓഫ് ട്രൂത്തിലെ ടൂറ് ഇവിടെ അവസാനിക്കുകയാണ്. കയ്യിൽ കാണട്ടെ, കൈയൊക്കെ എല്ലാം കൃത്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പറയാത്ത ഒരേ ഒരു മനുഷ്യന് ഇറ്റലിയിലുണ്ട്, അത് ഹമൽട്ടനാണ്. കൈയൊക്കെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ഹമൽട്ടൻ പറയുകയാണെന്ന് ഞങ്ങൾ വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് അടുത്ത? ഇനി ഇതിന്റെ അടുത്ത് തന്നെ ചിർക്കമാസിമയുടെ പുറകിലായിട്ട് ഒരു സ്ഥലമുണ്ട്, അത് പോർത്തലെത്തീന. അത് എവിടെയാണ്? പോർത്തലെത്തീന. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. അടുത്ത ചാനലിൽ അത് കാണാം, അടുത്ത ഭാഗമായിട്ട് ചാനൽ. സ്റ്റേ ട്യൂൺഡ്.